ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഡൊണാൾഡ് ട്രംപിനെ ഇപ്പോ ഇന്ത്യൻ മാധ്യമങ്ങൾ കളിയാക്കി വിളിക്കുന്നത് നോബൽ പ്രൈസ് ക്രൈ ബേബി എന്നാണ്. അതായത് നോബൽ പ്രൈസിന് വേണ്ടി കരയുന്ന ബേബി. ഇയാൾക്ക് എത്ര നാണം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കണേ. കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ വൈറ്റ് ഹൗസ് ഒരു നാണവും മാനവും ഇല്ലാതെ ഡൊണാൾഡ് ട്രംപിന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് പറയുകയാണ് ഇദ്ദേഹം ഒരു നോബൽ പ്രൈസിന് അർഹനാണെന്ന്. ശിവാജി എന്ന് പറയുന്ന സിനിമയിൽ ഒരു സീനുണ്ട്. രജനീകാന്തിന്റെ പ്രതിമയ്ക്ക് പുള്ളി തന്നെ വന്ന് മാലയിടും. അപ്പൊ നാട്ടുകാരൊക്കെ പറയും യോ പാറിയ അനിയായത്തെ ആ ഫോട്ടോയ്ക്ക് അവനെ മാല പോടുക എന്ന് പറയുന്നത് പോലെ പുള്ളി തന്നെ വൈറ്റ് ഹൗസിനെ കൊണ്ട് പറയിക്കുകയാണ് കംബോഡിയ തായ്ലൻഡ് വാർ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തു, ഓപ്പറേഷൻ സിന്ദൂർ ഞങ്ങൾ നിർത്തിച്ചു, ഇപ്പോ ചൈന തായ്വാനുമായിട്ട് ഒരു വാർ തുടങ്ങാൻ പോവുകയാണ്, അപ്പൊ അതിലും ഞങ്ങളുടെ ഒരു വലിയ സ്തുത്യർഹമായിട്ടുള്ള ഒരു സേവനം പ്രതീക്ഷിക്കാം, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എനിക്കൊരു നോബൽ പ്രൈസ് തരാൻ ഞാൻ അർഹനല്ലേ എന്നുള്ള രീതിയിൽ പുള്ളി ചോദിച്ചു. അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജേർണലിസ്റ്റാണ് നാഷണൽ ലെവലില് പാൽക്കി ശർമ്മ. എന്റെ ഒരു ക്രഷ് കൂടെയാണ് പുള്ളിക്കാരി. അപ്പോൾ പാൽക്കി ശർമ്മ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത്രയും മാത്രമല്ല ട്രംപ് സ്റ്റോപ്പ് ചെയ്തത്, നിങ്ങളത് അറിയാതെ കൊണ്ടുപോയതാണ്. ബാറ്റ്മാൻ ജോക്കർ ഇവര് തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ചു, ഫൈറ്റ് അവസാനിപ്പിച്ചു. ടോം ആൻഡ് ജെറി ഇവര് രണ്ടുപേരും തമ്മിൽ എപ്പോഴും അടികൂടിക്കൊണ്ടിരിക്കുന്നത്. ട്രംപ് വന്നതിന് ശേഷം നമുക്ക് ആ കാർട്ടൂൺ കാണാനേ കിട്ടാറില്ല. അതെന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ എഫേർട്ട് ഓഫ് ദ ട്രംപ് എന്നാണ് അവർ പറയുന്നത്. അത് മാത്രമല്ല, അവഞ്ചേഴ്സും താനോസും തമ്മിലുള്ള യുദ്ധവും ട്രംപിന്റെ മധ്യസ്ഥതയിലാണ് അവസാനിച്ചത് എന്നൊക്കെ പറഞ്ഞ് ട്രോളോട് ട്രോൾ. ഇപ്പൊ ട്രംപ് ഒരു ട്രോൾ ഫിഗറായി. കഴിഞ്ഞ ദിവസം ഇന്ത്യ ഒരു സമയത്ത് നമുക്കറിയാമല്ലോ ചോദിച്ചേട്ടാ, അതായത് ന്യൂയോർക്ക് ടൈംസ് ഒക്കെ നമ്മളെ കളിയാക്കിക്കൊണ്ടാണ് ഈ കാരിക്കേച്ചർ ഇറക്കിക്കൊണ്ടിരുന്നത്. അതായത് ഒരു റോക്കറ്റും സൈക്കിളിൽ വെച്ച് കെട്ടി ഒരു പശുവിനെയും കൊണ്ട് എലൈറ്റ് ക്ലബിൽ കയറാനായിട്ട് ഇന്ത്യ വരുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ മുട്ടുന്ന വലിയ ഒരു, അതൊക്കെ UPA സർക്കാർ ഭരിച്ചിരുന്ന കാലഘട്ടമാണ്. ആ ഒരു വലിയൊരു കാർട്ടൂണൊക്കെ നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, മറക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇപ്പോ നമ്മൾ ഇറക്കുന്ന കാർട്ടൂൺ ലോക രാജ്യങ്ങൾ മുഴുവൻ ട്രെൻഡിങ് ആവുക. കഴിഞ്ഞ ദിവസം UF താരിഫ് ട്രംപിന് തിരിച്ചടിക്കുന്ന ഒരു കാർട്ടൂൺ ഇന്ത്യ ഇറക്കി. ആ കാർട്ടൂൺ എന്ന് പറയുന്നത് ട്രംപ് ഒരു ഫാനിൽ നോക്കി മൂത്രം ഒഴിക്കുന്നു. അപ്പൊ ഫാൻ ഓൺ ആകുമ്പോൾ അത് നേരെ തിരിച്ച് ഇയാളുടെ മുഖത്ത് തന്നെ വീഴുന്നു. ആ ഫാൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ സിമ്പലിലാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഞാൻ വിചാരിച്ചു ഇത് ഇന്ത്യയുടെ ആയിരിക്കില്ല. ഇത് വലിയ ആഘോഷമാക്കിയത് ആരാണ് വരുമ്പോൾ ചൈനീസ് മാധ്യമങ്ങൾ ഇത് വലിയ ആഘോഷമാക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ചൈനയുടെ ആയിരിക്കുന്നു. പിന്നീടാണ് ഞാൻ മനസ്സിലായത് ഇത് ഇന്ത്യക്കാർ പടച്ചുവിട്ട ഒരു സംഭവമാണ്. വലിയ രീതിയിലുള്ള ഒരു നാണക്കേട് പുള്ളിക്ക് ഇതിൽ ഉണ്ടായിട്ടുണ്ട്. പോരാത്തതിന് ഇപ്പൊ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് പണപ്പെരുപ്പം, അത് പുള്ളിയുടെ രാജ്യത്ത് തന്നെ പണപ്പെരുപ്പം അതിഭീകരമായിട്ട് ഉണ്ടാകുന്നുണ്ട്. അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെയാണ് ഇത് ബാധിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഈ അന്തവും കുന്തവും ഇല്ലാതെ ഇന്ത്യയോട് കളിക്കുന്നതുകൊണ്ട്, പ്രത്യേകിച്ച് താരിഫുമായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ ഇന്ന് വന്നിരിക്കുന്നത് ഏറ്റവും വലിയൊരു വാർത്തയുണ്ടല്ലോ, ട്രംപിനെ വിറല് പിടിപ്പിക്കുന്ന ഒരു വാർത്ത. ഈ ബ്രസീലിയൻ പ്രസിഡന്റ് ആണ് അത് പറഞ്ഞിരിക്കുന്നത്. ബ്രസീലിയൻ പ്രസിഡന്റ് ആയിട്ടുള്ള ലുല just stated that the Nobel Award crybaby Trump's US has tried to stage a coup in Brazil. He also says it's time for the world to move away from using the US dollar in international trade. അത് വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. യഥാർത്ഥത്തിൽ ട്രംപ് പേടിക്കുന്നത് ഇതാണ്. അതായത് ഇന്റർനാഷണൽ ട്രേഡിൽ നിന്ന് US ഡോളറിനെ നമ്മൾക്ക് എടുത്ത് കളയാനുള്ള സമയം കഴിഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബ്രസീൽ പ്രസിഡന്റ് ആണ്. ആലോചിക്കണം എന്തുകൊണ്ടാണ് പുള്ളിക്ക് ഇത് പറയാനുള്ള ഒരു ധൈര്യം വന്നത്. ബ്രിക്സിൽ ഇന്ത്യ പുള്ളിക്ക് കട്ടയ്ക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഈ ചൈന എന്ന് പറയുന്ന രാജ്യം എന്തൊക്കെ പറഞ്ഞാലും അവന്മാര് ഒന്നും ഡയറക്റ്റ് ആയിട്ട് വാ തുറന്ന് ഞാൻ കണ്ടിട്ടില്ല, ഒന്നും പറയത്തില്ല. ആരെങ്കിലും പറയുകയാണെങ്കിൽ അവർക്കൊരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പേടിത്തൊണ്ടന്മാരാണ് 100%. എന്തൊക്കെ ബിൽഡപ്പ് ആയിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിൽ അവന്മാരെ ഡിഫൻസ് സെക്ടർ പൊളിഞ്ഞിറങ്ങി. പിന്നെ ഈ അമേരിക്കയെ നേരിടാനുള്ള, അമേരിക്ക ഇപ്പൊ ഞങ്ങൾ കൊന്നുകളയും, കിൽ വെപ്പ് ഉണ്ട്, മറ്റേ ഹെൽസ്കേപ്പ് സ്ട്രാറ്റജി ഉണ്ട്, അമേരിക്കയെ ഞങ്ങൾക്ക് തൊടാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന വെറും പറച്ചിൽ മാത്രമേ ഉള്ളൂ. ഊതി വീർപ്പിച്ചൊരു ബലൂണാ, ഒരു കുത്തു കൊടുത്താൽ പൊട്ടിപ്പോകും. ഇന്ത്യ പോലത്തെ ഒരു രാജ്യമൊന്നുമല്ല ചൈന എന്ന് പറയുന്നത്. ഇത് ഇന്നത്തെ ഒരു വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി രണ്ടാമത് നമുക്ക് ചർച്ച ചെയ്യാനുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അത് കുറച്ച് നല്ലൊരു വിഷയമാണ്. അതായത് ഈ പാകിസ്ഥാനാണ് ട്രംപ് ഇപ്പോ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന രാജ്യം. ഒരു കാര്യം ആലോചിച്ച് നോക്കൂ, ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് എണ്ണ കുഴിച്ചെടുത്ത് ഇന്ത്യക്ക് വിൽക്കുന്ന ഒരു കിനാശേരിയാണ് ട്രംപ് സ്വപ്നം കാണുന്നത്. പക്ഷെ പാകിസ്ഥാനിൽ ഇപ്പോ ബലൂചിസ്ഥാൻ ട്രംപിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. വന്നു കഴിഞ്ഞാൽ കാല് തല്ലി പിടിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുട്ടുകാല് തല്ലി. ഒന്ന് ആലോചിച്ച് നോക്കുക, അമേരിക്കയാണ്, ലോക പോലീസാണ്. ഈ ബലൂചിസ്ഥാൻ BLA എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടന, സോക്കോൾഡ് യവന്മാര് പറയുന്ന, അവരാണ് ട്രംപിനെ ഭീഷണിപ്പെടുത്തുന്നത്. കാല് കുത്തിയ മുട്ടുകാല് തല്ലി പിടിക്കും. വേറെ ചില ആൾക്കാർ പറയുന്നുണ്ട് ഈ പാകിസ്ഥാനിൽ എണ്ണയുണ്ടോ, എവിടെന്നാ പാകിസ്ഥാനിൽ എണ്ണ എന്ന് വേറെ ചില ആൾക്കാർ പറയുന്നുണ്ട്. പോരാത്തതിന് ഈ പാകിസ്ഥാൻ ട്രംപിനെ ചൊടിപ്പിക്കാനായിട്ട് ഇപ്പൊ ഇറാനെ സപ്പോർട്ട് ചെയ്ത് ഒരു കരാർ വെക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ആകെ മൊത്തം ട്രംപിന്റെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലോട്ട് എത്തുകയാണ്. മൊത്തത്തിൽ ട്രംപ് ഒരു എന്താ പറയാ, അമേരിക്കയെ ഡിഫെയിം ചെയ്യുക മാത്രമല്ല, അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുക മാത്രമല്ല, ലോകത്തിന്റെ മുഴുവൻ മുമ്പിൽ ഒരു കോമാളിയായി മാറുന്ന ഒരു സെറ്റപ്പിലോട്ടാണ് ട്രംപ് പോകുന്നത്. അതിൽ ഏറ്റവും വലിയ പങ്ക്
സ്തുത്യർഹമായിട്ടുള്ള പങ്ക് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വഹിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ഒരു അഭിനവ് ഗോർബച്ചേവായി മാറാൻ സാധ്യതയുണ്ടോ ഈ വ്യക്തി? നമുക്ക് ഇത് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. നമ്മളിപ്പോ ഇതുവരെ കുറെ ദിവസമായിട്ട് നമ്മൾ ട്രംപ് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ട്രംപിനെയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ അതെ. ട്രംപ് വീഴാൻ പണി പിന്നെയും തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. ധനുഷാണെന്ന് തോന്നുന്നു എന്റെ അടുത്ത് കുറച്ച് ദിവസം മുമ്പേ ചോദിച്ചു, കാരണം ഇപ്പൊ പുള്ളിക്ക് പെണ്ണ് കേസൊന്നും ഇല്ലെന്ന് ചോദിച്ചു. ഇപ്പൊ പുതിയൊരു വിവാദം അമേരിക്ക തുടങ്ങിയിട്ടുണ്ട്. അതെ അതെ. കഴിഞ്ഞ ദിവസം പുള്ളി ഒരു ചാനൽ ഇന്റർവ്യൂല് അവിടുത്തെ അമേരിക്കയിലെ US പ്രസ് സെക്രട്ടറിയെ കുറിച്ച് പറഞ്ഞു. അപ്പൊ പ്രസ് സെക്രട്ടറി മിടുക്കിയാണ്, നമ്മുടെ മൂക്ക്, ചുണ്ട്, അങ്ങനെ പല ഭാഗങ്ങളും മനോഹരമാണ് എന്നൊക്കെ പറഞ്ഞ് പുള്ളി വാചാലനായി. ഇത് അമേരിക്ക തന്നെ വലിയ പ്രതിഷേധമാണ്. പ്രസിഡന്റിന് ചേർന്ന ഒരു സ്റ്റാൻഡേർഡ് ആണോ ഇത് ഇങ്ങനെ പറയുന്നത്? പുള്ളി മിടുക്കിയാണ് എന്ന് പറഞ്ഞ് പിന്നെ അത് താഴോട്ടങ്ങ് പോവുകയാണ് സംഭവം. അപ്പൊ ഇപ്പം പിന്നെ മാധ്യമങ്ങളല്ലേ, പിന്നെ പ്രസ് സെക്രട്ടറി അത്യാവശ്യം കാണാനും നല്ല പിടിക്കുക. അതുകൊണ്ട് തന്നെ ഈ മാധ്യമങ്ങൾ അവരുടെ ഫോട്ടോയും ട്രംപിന്റെ ഫോട്ടോയും അപ്പുറം ഇപ്പുറം വെച്ചിട്ടാണ് വാർത്ത ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഞാനും കരുതിയായിരുന്നു, കാരണം ഈ താരിഫും യുദ്ധവും സമാധാനവും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നതിന്റെ ഇടയ്ക്ക് ആ പഴയ ഹോബി മറന്നുപോയോ എന്ന് ഞാൻ കരുതിയിരുന്നു. ഇല്ല, ഉണ്ട്. തിരക്ക് കൊണ്ടാണ് ഇത്രയും പറഞ്ഞതേ ഉള്ളൂ, നാക്കുകൊണ്ടാണ് പറഞ്ഞത്. ബാക്കിയുള്ള ഇടപാടുകളൊന്നും വന്നിട്ടില്ല പുറത്ത്. അപ്പം അത് അമേരിക്കയെ സംബന്ധിച്ചൊരു പുതുമയുള്ള കാര്യവുമല്ല. ഞാനിപ്പോ പറഞ്ഞത് ഒരു തമാശയ്ക്ക് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്നത്, ട്രംപ് ഏഷ്യ പിടിക്കാൻ ഇറങ്ങിയതാണ്. ട്രംപിന്റെ വലിയൊരു ലക്ഷ്യം എന്താന്ന് പറഞ്ഞാൽ ബ്രിക്സിനെ തകർക്കുക, ഏഷ്യ പിടിക്കുക എന്നുള്ളതായിരുന്നു. ആ ലക്ഷ്യവുമായിട്ട് ട്രംപ് ഇറങ്ങിയപ്പോൾ ഇപ്പോഴെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, വലിയൊരു ശത്രുത ഏഷ്യയിലടക്കം ട്രംപ് ഏറ്റുവാങ്ങേണ്ടി വരുന്നു എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിരുന്നു. അവര് ഇറാന്റെ ആണവോർജ പദ്ധതികൾക്ക് ഞങ്ങൾ പൂർണ്ണ പിന്തുണയാണ് എന്ന് പെഷസ്കിയാനല്ല, ഈ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറയുകയാണ്. പരസ്യമായി തന്നെ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഇറാനെ പിന്തുണയ്ക്കുക, അവരുടെ ആണവ. ഇത് അമേരിക്കയുടെ നയത്തിന് നേരെ ഓപ്പോസിറ്റുള്ള കാര്യമാണ്. അപ്പൊ അമേരിക്ക ഒരു പുലിവാല് പിടിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം. ഈ അവിടെ എണ്ണ ഒഴിച്ചെടുക്കും, ഇല്ലെങ്കിൽ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു ഈ അമേരിക്ക എന്തുകൊണ്ടാണ് ഈ പാകിസ്ഥാനോട് ടൈപ്പ് ആകുന്ന പറഞ്ഞപ്പോൾ അന്ന് ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ എനിക്ക് തോന്നുന്നത് ഒരു മാസം മുമ്പെങ്കിലും നമ്മൾ പറഞ്ഞിരുന്നു, ഈ ബലൂചിസ്ഥാന്റെ മണ്ണ് അമേരിക്കയ്ക്ക് കൊടുക്കും, ചൈനയുമായിട്ട് ഇവർ ഉടക്കും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതൊരു പ്രവചന സ്വഭാവമുള്ള ഒരു ചർച്ചയായിട്ടാണ് എനിക്ക് ഇപ്പൊ തോന്നുന്നത്. നമ്മുടെ പല വാർത്തകളും പ്രവചന സ്വഭാവം ഉണ്ട് അതിന്. ഇപ്പൊ അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. അവിടെ എണ്ണ കുഴിച്ചെടുക്കാനായിട്ട് അവര് ബലൂചിസ്ഥാന്റെ നേതാവ് പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്: മുനീറിന്റെ വാക്കും കേട്ട് എണ്ണയെടുക്കാനായി വരരുത്, ഇത് ഞങ്ങളുടെ മണ്ണാണ്, പാകിസ്ഥാന്റെ അല്ല, അതുകൊണ്ട് ഇവിടെ വരുന്നത് സൂക്ഷിച്ച് വേണമെന്ന്. അതിന് തൊട്ടു പിന്നാലെ അമേരിക്ക അവരുടെ ഈ അമേരിക്കൻ പൗരന്മാർക്ക് ഒരു മുന്നറിയിപ്പ് കൊടുത്തു, പാകിസ്ഥാനിൽ പോകുമ്പോൾ സൂക്ഷിക്കണം, തൽക്കാലം യാത്രകളൊക്കെ ഒന്ന് ഒഴിവാക്കി വെക്കുന്നു. കാരണം അമേരിക്കക്കാരോട് കലിപ്പാണ്. നമ്മൾ കണ്ടതാണ്, ചൈനക്കാര് ബലൂചിസ്ഥാൻ കൈവച്ചു തുടങ്ങിയപ്പോൾ എത്ര ചൈനീസ് പൗരന്മാരാണ് കൊല്ലപ്പെട്ടത്. ഇതിന് സമാനമായ അമേരിക്കൻ പൗരന്മാരും കൊല്ലപ്പെടും. പിന്നെ ഇതിനകത്ത് എവിടെ പോയി അമേരിക്ക തപ്പിയെടുക്കാനാണ്? അതുകൊണ്ട് അങ്ങനെ പറയേണ്ടി വന്നു ട്രംപിന്. അതായത് ആദ്യം ബലൂചിസ്ഥാൻ മേഖലയിൽ, ബലൂചിസ്ഥാൻ പറയുന്നത് ഞങ്ങളുടെ മണ്ണിൽ അനവധി മെറ്റൽസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതെല്ലാം ഞങ്ങളുടേതാണ്, അതൊന്നും കൈവെക്കാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പം അത് ഒരു ശത്രുവായി. അതിന്റെ അപ്പുറത്ത് ചൈന, ഈ താരിഫ് മാത്രമല്ല, ഈ പാകിസ്ഥാനുമായിട്ട് കയറി അടുക്കുന്നത് ചൈനയെ വലിയ ഒരു അലോറസപ്പെടുന്ന കാര്യം. ഒപ്പം തന്നെ ബംഗ്ലാദേശിൽ അവര് ഈ ചിക്കൻ നെക്കിന്റെ ആ ഭാഗത്ത് ഈ സമുദ്രത്തിൽ തമ്പടിക്കാനൊരു നീക്കവുമായിട്ട് അമേരിക്ക നടക്കുന്നുണ്ട്. അതിന് അവരുടെ ഓഫീസേഴ്സ് ഒക്കെ അവിടെ നമ്മൾ ഇതിവിടെ ചർച്ച ചെയ്തതാണ്. ന്യൂസിന്റെ മരണം പോയിട്ട് നമ്മളത് ബിമിക്സിൽ അത് അനാലിസിസിന് വേണ്ടി നമ്മൾ എടുത്ത സബ്ജക്റ്റും കൂടെ ആയിരുന്നു. അതിലെല്ലാം കളിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ചൈന ഇപ്പോൾ ഇന്നലെ അവരുടെ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നിട്ട് എക്സിൽ അവരുടെ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞത്, ഞങ്ങളുടെ രാജ്യത്തിന്റെ വികാരമാണ്, ഞങ്ങളുടെ സുരക്ഷയാണ്, ഞങ്ങളുടെ വികസനമാണ് ഞങ്ങൾക്ക് പ്രധാനം, അതുകൊണ്ട് സമ്മർദ്ദം ചെലുത്തിയോ ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെയുള്ള പ്രഷർ ചെലുത്തിയിട്ടൊന്നും ഞങ്ങളെ ഇത് ചെയ്യാന്ന് കരുതരുത് എന്ന് പറയുന്നു. ഞങ്ങൾ ഇറാന്റെ റഷ്യയുടെ എണ്ണ വാങ്ങിയിരിക്കും എന്നവർ ഒഫീഷ്യലായിട്ട് അറിയിച്ചു. ഇതിന് മറുപടിയായിട്ട് US പറഞ്ഞിരിക്കുന്നത് 100% താരിഫിന് ചൈന യോഗ്യത നേടിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവരെതിരായി, ഇന്ത്യയെതിരായി, ബലൂചിസ്ഥാനെതിരായി, പിന്നെ ഇനി ബ്രിക്സിലേക്ക് ഇതിന് തൊട്ടപ്പുറത്ത് നടക്കുന്ന റഷ്യ. അപ്പൊ ഏഷ്യയിലേക്ക് ഒരു പാകിസ്ഥാനെ കൈവച്ചുകൊണ്ട് ഏഷ്യ പിടിക്കാം എന്നുള്ള ട്രംപിന്റെ മോഹം വെറും ഒരു വ്യാമോഹം മാത്രമാണെന്ന് ഇപ്പോഴേതായിട്ട് തെളിഞ്ഞിരിക്കുന്നത്. നമുക്ക് പണ്ടേ അറിയാം. കാരണം അമേരിക്കയ്ക്ക് ഇവിടെ ഒരു കാല് അല്ലെങ്കിൽ അവർക്കൊരു ചെറിയ താവളം നമ്മുടെ പരിസരത്ത് കൊടുക്കാൻ നമ്മളോ ചൈനയോ ആഗ്രഹിക്കുന്നില്ല. നമ്മളെ വെട്ടിയിട്ട് പാകിസ്ഥാൻ മാത്രം അത് മുമ്പോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല. ട്രംപ് ഇന്ന് വരും, നാളെ പോകും. പിന്നെ കേൾക്കുന്നൊരു വാർത്ത, ഇപ്പോൾ ചൈന തായ്വാൻ പിടിക്കാൻ ഒരു നീക്കം നടത്തുന്നു എന്നാണ്. തായ്വാനിലെ അടിയന്തരാവസ്ഥയിലേക്ക് നീങ്ങുകയാണ് എന്ന് അവിടുത്തെ ഡെപ്യൂട്ടി
വിദേശകാര്യമന്ത്രി സ്കൈ ന്യൂസിന് നൽകിയ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഞങ്ങൾ ഏത് നിമിഷവും ആക്രമിക്കപ്പെടും, അവർ ഞങ്ങളുടെ അതിർത്തികളൊക്കെ കയ്യേറി കഴിഞ്ഞിരിക്കുന്നു, ചെറിയ ദ്വീപുകളൊക്കെ അവർ കൈവശപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു. ഈ സാഹചര്യത്തിൽ തന്നെ ഈ ചാനല് അവിടുത്തെ പൗരന്മാരോട്, തായ് പൗരന്മാരോട് ചോദിക്കുന്നുണ്ട് അമേരിക്ക നിങ്ങളെ രക്ഷിക്കുമെന്ന്. കാരണം അമേരിക്ക തായ്വാനെ തൊട്ടാൽ അമേരിക്ക തകർത്ത് കളയോ, ചൈനയെ തകർത്ത് കളയോ എന്നാണ് പറയുന്നത് അമേരിക്ക. അത് ബൈഡൻ ഉള്ള സമയം തൊട്ടേ ഉള്ള ഒരു കണക്ഷനാണ് കേട്ടോ. ട്രംപ് വന്നപ്പോൾ ട്രംപ് പറഞ്ഞു ഞാൻ എല്ലാം ഏറ്റെന്ന് പറഞ്ഞു. ഇപ്പൊ അവിടുത്തെ ജനങ്ങളോട് ഈ ചാനൽ ചോദിച്ചു നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ ഈ ട്രംപ് അല്ലേ നിങ്ങളെ രക്ഷിക്കുന്ന, ട്രംപ് ഒരു പ്രാന്തനും വിശ്വസിക്കാൻ കൊള്ളാത്തവനുമാണെന്ന്. അവനെ നമ്പിക്കൊണ്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ചൈനക്കാർ നമ്മളെ എപ്പോ പിടിച്ചോണ്ട് പോയി എന്ന് ചോദിച്ചാൽ മതി എന്നാണ് തായ്പവരന്മാർ. നമ്മളിന്ന് രാവിലെ ന്യൂസ് ഇന്ത്യ മലയാളം ആ വാർത്ത കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പം അതാണ് ഓരോ രാജ്യത്തെ പൗരന്മാർക്ക് അമേരിക്കൻ പ്രസിഡന്റിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മറ്റൊന്ന്, റഷ്യ അമ്പിലും വില്ലും അടുക്കുന്നില്ല. പുടിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി കമാന്നൊരു അക്ഷരം മിണ്ടാതിരിക്കുകയാണ് ട്രംപ് ഇത്രയൊക്കെ കോലാഹലങ്ങളും അഭ്യാസങ്ങളും കാണിച്ചിട്ട്. ഞാൻ പറഞ്ഞുതരാം, ഈ ഷീ ജിൻപിങ്, പുടിൻ, മോദി ഇവരുടെയൊക്കെ ഒരു പ്രധാന ഒരു രീതി എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ ഈ വഴിയെ കൂടെ പോയി ചുമ്മാ ചപ്ലാച്ചി അടിച്ചോണ്ടിരിക്കാറില്ല. ഈ എന്താ പറയുന്നത്, ട്രംപിനെ പോലെ ഇങ്ങനെ വായി വരുന്നൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കാറില്ല. അവരവരുടെ പ്രവർത്തികളിലാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കാരണം ഈ എണ്ണ വാങ്ങരുതെന്ന് പറഞ്ഞ് ട്രംപ് എന്തൊക്കെ കോലാഹലം ഉണ്ടാക്കി. ഇന്ത്യ എണ്ണ വാങ്ങരുതെന്ന് പറഞ്ഞു, മോദി ഒന്നും മിണ്ടിയില്ല, നമ്മുടെ രാജ്യം ഒന്നും മിണ്ടിയില്ല. പിറ്റേ ദിവസം നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ എണ്ണ കൂടുതൽ വാങ്ങാനുള്ളൊരു തീരുമാനം എടുക്കുകയായിരുന്നു നമ്മൾ ചെയ്തത്. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അത് നമ്മൾ പ്രവൃത്തി കൊണ്ടാണ് നമ്മൾ മറുപടി കൊടുക്കുന്നത്, അല്ല വാക്കുകൊണ്ടല്ല നമ്മൾ മറുപടി കൊടുക്കുന്നത്. ഏതായാലും അവിടം കൊണ്ടും ട്രംപ് ഒതുങ്ങിയ ലക്ഷണമൊന്നും കാണുന്നില്ല. ട്രംപ് കഴിഞ്ഞ ദിവസം മോദിയെ വിളിച്ചത് ധിക്കാരി എന്നാണ്. എന്തായാലും ഒരു കാര്യത്തിൽ നമുക്ക് സന്തോഷിക്കാം. കാരണം പുള്ളി എല്ലാവരെയും പ്രാന്തനെന്നും വട്ടനെന്നും വിഡ്ഢിയെന്നും ഒക്കെയാണ് വിളിക്കാറുള്ളത്. നമ്മുടെ പ്രധാനമന്ത്രിയെ വിളിച്ചത് ധിക്കാരിയായ ഭരണാധികാരി എന്നാണ് മോദിയെ ട്രംപ് അല്ല അഭിസംബോധന, അവരുടെ അമേരിക്കൻ ഭരണകൂടമാണ് അഭിസംബോധന ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇതേ രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഒരു മുൻപോട്ടുള്ള പോക്ക്. അന്തവും കുന്തവും ഇട്ടിട്ടാണ് പോകുന്നത്. അദ്ദേഹം പറയുന്നത് അമേരിക്ക ഞാൻ നമ്പർ 1 ആക്കും, എനിക്ക് ഇതൊക്കെ ചെയ്യാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ആ ഒരു കാലഘട്ടം പോയി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പഴയ അമേരിക്കയുടെ പവർ ഒരു രാജ്യങ്ങളും ഇപ്പൊ അംഗീകരിക്കുന്നില്ല. മുമ്പ് ഈ അമേരിക്കയുടെ സഹായം വാങ്ങി മുമ്പോട്ട് പോകുന്ന അനവധി രാജ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആ രാജ്യങ്ങളുടെ സ്ഥിതി വളരെ പരിതാപകരമാണ്. ഇപ്പൊ സൊമാലിയയിൽ പോയിട്ട് ഡൊണാൾഡ് ട്രംപിന് ഒരു വ്യാപാര കരാർ വെക്കാൻ കഴിയില്ല, ഇല്ലെങ്കിൽ ആഫ്രിക്കയുടെ ഏതെങ്കിലും കുഞ്ഞു രാജ്യത്ത് പോയിട്ട് വ്യാപാര കരാർ വെക്കാൻ കഴിയില്ല. ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് ഫണ്ട് കൊടുക്കുകയും വേണം. അങ്ങനെ ഇവരുടെ സാമന്തന്മാരായി കുറെ പേരെ അവർ നിർത്തിയിട്ടുണ്ട്. അത് പല പല ഉദ്ദേശങ്ങളോട് കൂടിയാണ്. നമ്മളിപ്പോൾ ഈ അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റ് എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത് ഗൂഗിളിലൊന്ന് പരതിയാൽ ലോകത്തിന്റെ എല്ലായിടത്തും അതിന്റെ വ്യോമത്താവളങ്ങളുണ്ട് അമേരിക്കയുടെ. ഈ വ്യോമത്താവളങ്ങൾ നിലനിർത്താനായിട്ട് അതാത് രാജ്യങ്ങൾക്കും അതാത് പ്രദേശങ്ങൾക്കും അമേരിക്ക വർഷാവർഷം കൊടുക്കുന്നത് കോടിക്കണക്കിന് രൂപയാണ്. അവിടുന്ന് ഇൻകം ഒന്നും ഇങ്ങോട്ടില്ല. ഇവരുടെ ഈ ഫൈറ്റർ ജെറ്റ് കൊണ്ട് ഇടുന്നതിനുള്ള ഇൻകമാണ്, വാടകയാണ് കൊടുക്കും. അങ്ങനെ തൊടുന്നിടത്തെല്ലാം ചെലവാണ്, ഇൻകം ഇല്ലാത്ത അവസ്ഥ. ആപ്പിളിനോട് പറഞ്ഞു നിങ്ങൾ പണി നിർത്തിക്കോ, ഇന്ത്യ ചത്ത സമ്പദ് വ്യവസ്ഥയാണെന്ന് പറഞ്ഞപ്പോൾ ഇന്ന് ആപ്പിളിന്റെ സിഇഒ ഒരു മറുപടിയായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ആപ്പിളിന്റെ സിഇഒ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഫോണാണ് ഇപ്പോൾ അമേരിക്കക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, ആപ്പിളിന്റെ ഫോൺ. പിന്നെ നേരത്തെ അത് ചൈനയുടെ ഫോണായിരുന്നു, ചൈനയിൽ ഉണ്ടാക്കുന്നതായിരുന്നു. പിന്നെ ഇപ്പൊ തായ്ലാന്റിന്റെ അല്ല വിയറ്റ്നാമിന്റെ ഫോണും വിയറ്റ്നാമിൽ ഉണ്ടാക്കുന്ന ആപ്പിൾ ഫോണും ഇപ്പം അമേരിക്കക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു കുഴപ്പമില്ല സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇന്ത്യയുടെ. കാരണം ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഉണ്ടാക്കി കയറ്റി വിടുന്നുണ്ടാണല്ലോ അവിടെ നിങ്ങൾ മേടിക്കുന്നതെന്നാണ് പറഞ്ഞു വെച്ചതിന്റെ അർത്ഥം. അതായത് അവിടുത്തെ ഒരു വലിയ ബിസിനസ്സുകാരനാണ് ആപ്പിൾ പറയുന്നത് ഇവിടെ ഒരു കുഴപ്പമില്ല, ഇവിടെ ഉണ്ടാക്കുന്ന ഫോണാണ് ഇപ്പൊ നിങ്ങൾ വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അപ്പൊ അതിനർത്ഥം തന്നെ എന്താണ്, ആ ട്രംപിന്റെ ആ വാദങ്ങളൊക്കെ പൊളിയുന്നു. പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തുന്ന കാലം പണ്ടും. ഇതിനകത്ത് രസകരമായ കാര്യം 65-ൽ നമ്മൾ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ കാലത്ത് ഈ ഭീഷണി, അതും നമ്മുടെ ഭക്ഷണം മുട്ടിച്ചുകൊണ്ടുള്ള ഭീഷണിയായിരുന്നു, അത് നമ്മൾ വകവെച്ച് കൊടുത്തില്ല. പിന്നീട് വാജ്പേയിയുടെ കാലത്ത് നമ്മളെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടുള്ള ഒരു ഉപരോധമായിരുന്നു, താരിഫല്ല ഉപരോധമായിരുന്നു, അത് നമ്മൾ വന്നു. അപ്പോഴാണ് ഈ നരേന്ദ്രമോദിയെ കണക്ക് വളരെ പവർഫുൾ ആയ ഒരു ലീഡർ ഇരിക്കുന്ന സമയത്ത് ഈ ഉമ്മാക്കിയും കൊണ്ട് വരുന്നത്. മോദി ആണെങ്കിൽ മൈൻഡ് ചെയ്യുന്നില്ല. മോദി പരസ്യമായിട്ട് തന്നെയാണ് പറഞ്ഞത് റഷ്യയുടെ എണ്ണ വാങ്ങുന്നത്. ഈ മാസം അജിത് ഡോവലും എസ് ജയശങ്കറും റഷ്യയിലേക്ക് പോവുകയാണ്. കാരണം എസ് ജയശങ്കറിന് അതിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം അജിത് ഡോവൽ ഈ മാസം റഷ്യ സന്ദർശിക്കുമെന്നുള്ള വാർത്തയുണ്ടായിരുന്നു, അത് കൺഫേം ആണ്. പക്ഷെ അതിന്റെ ഇടയിലാണ് എസ് ജയശങ്കർ കൂടി ഈ ആഗസ്റ്റ് 15-ന് ശേഷം പോകുന്നു എന്നുള്ളത്. അത് ഒരു നിർണായക റോളിലേക്കാണ് ആ ചർച്ച പോകുന്നത്. അത് പറഞ്ഞത് ഞങ്ങളുടെ സ്ഥിരതായുള്ള സുഹൃത്താണ് എന്നാണ് പറഞ്ഞത്. അതിനിടയിലാണ് ഈ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ ഈ ലുല ഡി സിൽവ, നമ്മുടെ ബ്രസീലിയൻ ഭരണാധികാരി പറഞ്ഞിരിക്കുന്നത് എല്ലാ മേഖലയിൽ നിന്നും US ഡോളർ പിഴുതെറിയണം പോരെ പോലും.
അല്ല, അവരിന്ന് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഇന്ത്യ എണ്ണയുടെ കാര്യത്തിൽ ഒരു ടെൻഷനും വിചാരിക്കണ്ട, എത്ര വേണം എണ്ണ ഞങ്ങൾ തരാൻ തയ്യാറാണ്, അത് അതെ നിങ്ങളുടെ അതെ. പൈസ തന്നെ ട്രേഡിംഗ് നടത്തിയാൽ മതി. അതായത് ഇന്ത്യൻ കേന്ദ്രീകൃത ബാങ്കും ഈ ബ്രസീലിയൻ കേന്ദ്രീകൃത ബാങ്കും ഈ പണമിടപാട് സംബന്ധിച്ചുള്ള ചർച്ച ഫൈനൽ ഘട്ടത്തിലാണ്. അങ്ങനെ അത് ഓക്കെ ആകുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ബ്രസീലിൽ നിന്ന് രൂപയ്ക്ക് തന്നെ സാധനം വാങ്ങും. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന വാർത്ത, അവിടുത്തെ കാപ്പിക്കുരു അവര് ഇന്ത്യയിലേക്ക് കൊടുക്കുന്നു. കാരണം ഈ മറ്റേ അമേരിക്കയിലേക്ക് ഇപ്പൊ സാധനം ഒന്നും പോകുന്നില്ലല്ലോ, അത് ഉം മുഴുവൻ ഇപ്പൊ ഉം ഉം. ഇന്ത്യയിലേക്കാണ് അവർ നോക്കുന്നത്. അപ്പൊ അതെ. കാപ്പിക്കുരു ഇങ്ങോട്ടേക്ക് ആ കൊണ്ടുവരുന്നു ഒരു എന്നുള്ളതാണ്. ഇന്ത്യയുടെ ഒരു വോയിസ് ഉണ്ടല്ലോ ചേട്ടാ. അതായത് അമേരിക്കയുമായിട്ട് വ്യാപാരം നിർത്തിക്കഴിഞ്ഞാൽ നരേന്ദ്രമോദിയുടെ ഒരു ശക്തിയിൽ ആണ് ഇതൊക്കെ പുള്ളി പറയുന്നത്. പുള്ളിക്ക് അറിയാം കൃത്യമായിട്ട് അമേരിക്കയിലേക്ക് കയറ്റി അയക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താ, 145 കോടി ജനങ്ങൾ കിടക്കുന്ന ഒരു വലിയ മാർക്കറ്റ് പ്രതിരിക്കുകയല്ലേ. നരേന്ദ്രമോദി അവിടെ ചെന്ന് പറയുകയാണ് നമുക്ക് സ്വതന്ത്രമായിട്ടുള്ള ഒരു വ്യാപാര കരാർ വയ്ക്കാം. ചിലപ്പോൾ പുള്ളി ഉണ്ടല്ലോ എന്നോട് ഈ നമ്മുടെ ചില ആവശ്യങ്ങളുണ്ടല്ലോ, ഉദാഹരണത്തിന് നമുക്ക് എടുപിടിയിൽ നിന്ന് കിട്ടേണ്ട ആവശ്യം, ആ സമയത്ത് പുള്ളിക്കാരൻ ചിലപ്പോൾ ഫ്രീ ട്രേഡ് ഒക്കെ കൊടുക്കുമായിരിക്കും എന്ന് പറയുന്നുണ്ട്. ചില ഭരണാധികാരികളൊക്കെ കാണാം, നിങ്ങൾ ആ സാധനം കൊണ്ട് കയറ്റി അയച്ചോ, നമുക്ക് എന്താന്ന് വെച്ചാൽ നോക്കാം, നമുക്ക് ഫ്രീ ട്രേഡ് എങ്കിൽ ഫ്രീ ട്രേഡ് തുടക്കത്തിൽ അങ്ങനെ തുടങ്ങാം, നമ്മളിവിടെ ഇരിക്കുകയല്ലേ എന്നുള്ള ആ ഒരു മാർക്കറ്റിന്റെ ആ ഒരു പവർ വെച്ചിട്ടാണ് പുള്ളി ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. ഇതുവരെ ഈ നമ്മുടെ രാജ്യം ഭരിച്ച ഒരു ഭരണാധികാരികളും ഈ മാർക്കറ്റിന്റെ പവർ കണ്ടെത്തിയിട്ടില്ല. പക്ഷെ എനിക്ക് ഓർമ്മയുള്ള ഒരു സംഭവം എന്താ അറിയോ, സ്വാമി വിവേകാനന്ദൻ തൊട്ട് ചിന്മയാനന്ദ സരസ്വതി വരെ ഒരു കോട്ട് അതിഭീകരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ രാജ്യത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ഇവിടുത്തെ പോപ്പുലേഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവര് വരെ മനസ്സിലാക്കിയിട്ടുണ്ട്, സന്യാസി വര്യന്മാരാണ്. ചിന്മയാനന്ദ സ്വാമിയുടെ ഒരു കോട്ട് എനിക്ക് ഓർമ്മ വരുന്നത്, നമ്മുടെ രാജ്യത്തെ യൂത്ത് എന്ന് പറയുന്നത് യൂസ്ലെസ് അല്ല, ദേ ആർ യൂസ്ഡ്ലെസ്. ദേ ആർ നോട്ട് കെയർലെസ്. അവർ കെയർലെസ് അല്ല, ദേ ആർ കെയർഡ്ലെസ്. നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ഭരണത്തിൽ കയറിയ ശേഷവും അദ്ദേഹം എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തെ യൂത്താണ്, നമ്മുടെ രാജ്യത്തെ യൂത്തും നമ്മുടെ രാജ്യത്തെ വുമൺ എംപവർമെന്റും. അദ്ദേഹത്തിന് കൃത്യമായിട്ട് മനസ്സിലായി നമ്മുടെ രാജ്യത്തെ മാർക്കറ്റ് ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ യൂത്ത് ഫ്രണ്ട് ലൈനിലേക്ക് വരണം. യൂത്ത് ഫ്രണ്ട് ലൈനിലേക്ക് ഒരുപാട് പേര് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തല്ലോ, ഡിഫൻസ് മേഖലയെ പോലും ഇപ്പം നമ്മുടെ യൂത്തിന്റെ സ്റ്റാർട്ടപ്സ് ആണ് അതിഭീകരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം മനസ്സിലായി, അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി, സ്ത്രീകൾ ഇങ്ങനെ അണിയറയിൽ ഇരുന്നാൽ പോലെ അരങ്ങിലേക്ക് ഇറങ്ങി വരണം എന്ന് പറഞ്ഞ് അദ്ദേഹം വുമൺ എംപവർമെന്റ് തുടങ്ങി. വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതിൻ്റെ ഇടയിലാണ് ഇവിടെ ഉണ്ടാകുന്ന, അതിൻ്റെ ഇടയിൽ നമ്മളോട് പറയുന്നു നമ്മുടെ ആഭ്യന്തര വിപണി ശക്തമാണ്, അതിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുമെന്ന് പറയുന്നു. അതിനിടയിൽ ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് ശക്തി പകരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു സവിശേഷമായിട്ടുള്ള സാഹചര്യം നമ്മുടെ രാജ്യത്ത് ഇത് ആദ്യമായിരിക്കുമല്ലേ. ബിചേട്ടന് അറിയാലോ, ഒരുപാട് നാൾ ഈ പൊളിറ്റിക്സ് വീക്ഷിക്കുന്നത് കൊണ്ട് മുമ്പത്തെ പ്രധാനമന്ത്രിമാരുടെ ഒക്കെ ഒരു സെറ്റപ്പ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ. അല്ലെ, ഈ നരേന്ദ്രമോദിയുടെ കാര്യം തന്നെ എടുക്കാം. ശ്രീ നരേന്ദ്രമോദി, ഞാനുള്ള സമയത്ത് അദ്ദേഹം ഭരണത്തിൽ വന്നിട്ടില്ല. ഞാൻ കേശുഭായ് പട്ടേലിന്റെ ടൈമിലായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ. ഞാൻ എൻ്റെ വർക്കുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഈ ഗുജറാത്തിൽ പോയിട്ടുണ്ട്. അപ്പം അവിടെ വെറും പട്ടിക്കാട് പിടിച്ച കിടന്ന സ്ഥലത്തൊക്കെ വലിയ വലിയ ഫാക്ടറികൾ വന്നു, സ്കൂളുകൾ വന്നു, റോഡുകൾ വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് എങ്ങനെ വന്നു? കാരണം അവിടെ അങ്ങനെ വലിയൊരു ഫൈനാൻഷ്യൽ സെറ്റപ്പ് ഉള്ള ഒരു സ്റ്റേറ്റ് അല്ല, അത് എങ്ങനെ വന്നു എന്ന് ചോദിച്ചപ്പോൾ ഈ നരേന്ദ്രമോദി വന്നതിന് ശേഷം അദ്ദേഹം ഒരു പോളിസി അവിടെ കൊണ്ടുവന്നു. അതായത് അവിടെ വരുന്ന കമ്പനികൾക്ക് 50% ടാക്സ് തന്നാൽ മതി, 50% ടാക്സ് ഇളവാണ്. അപ്പോൾ ഒരു ഫാക്ടറിയെ സംബന്ധിച്ച് ഈ ഫോറിൻ കമ്പനികളാണ് കൂടുതൽ വരുന്നത്. ഈ മോഡി ഹൂവർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമ്പനികളുണ്ട്, ഫോറിൻ കമ്പനി, ഗ്ലാസും മറ്റുമൊക്കെയാണ് അവിടെ അവർ നിർമ്മിക്കുന്നത്. അപ്പോൾ ഈ കമ്പനികളുടെ പ്രത്യേകത വെച്ചാൽ അവർക്ക് 5 വർഷം കൊണ്ടാണ് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്താൽ 5 വർഷം കൊണ്ട് അതിന്റെ മുടക്കുമുതൽ തിരിച്ചു കിട്ടും എന്നുള്ളതാണ് ഈ കമ്പനികളുടെ ഒരു കണക്ക്, എല്ലാ കമ്പനികളുടെ. അപ്പം ഈ നരേന്ദ്രമോദി സർക്കാർ ഇത് ആദ്യത്തെ 5 വർഷം ടാക്സ് വേണ്ട, ആദ്യത്തെ 5 വർഷം ഫ്രീ ടാക്സ് ആണ്. അതായത് ഇവന്റെ മുടക്കുമുതൽ കിട്ടുന്നവരെ ഫ്രീ ടാക്സ്. പിന്നെ അടുത്ത 5 കൊല്ലം 75, പിന്നെ അടുത്ത 5 കൊല്ലം 50 തരണം, പിന്നെ അതിന്റെ അടുത്ത കൊല്ലം ഫുള്ള് തരണം. ഇങ്ങനെയാണ്. അപ്പോഴത്തേനും ആ വരുന്ന കമ്പനി ഇത് ഫുള്ള്. എന്നിട്ട് നമ്മൾ വിചാരിക്കും മോദി അപ്പൊ കോർപ്പറേറ്റുകളെ സഹായിക്കുകയല്ലേ എന്ന് തോന്നും. പക്ഷെ അങ്ങനല്ല, പുള്ളിയുടെ അടുത്തൊരു ഡിമാൻഡ് കൂടി കമ്പനിയുടെ മുമ്പ് വെക്കുന്നുണ്ട്. എന്നിട്ട് ഈ സ്ഥലം കൊടുക്കുന്ന എവിടെയാണെന്ന് വെച്ചാൽ ഇതുപോലെ പട്ടിക്കാടായിട്ട് കിടക്കുന്ന റിമോട്ട് ഏരിയാസ് ഉണ്ട്. ആ ഏരിയാസിൽ ഏക്കർ കണക്കിന് സ്ഥലം കൊടുക്കും, നിങ്ങൾ ഇവിടെ പോയി കമ്പനി ചെയ്യുന്നത്. പക്ഷെ ഒറ്റ കണ്ടീഷൻ, റോഡ് നിങ്ങൾ പണിയണം, നല്ല റോഡ്. സ്കൂള് നിങ്ങൾ പണിയണം, നല്ലത്. പിന്നെ ആശുപത്രി നിങ്ങളുടെ ചെലവ്, പിന്നെ കറണ്ട് നിങ്ങളുടെ ചെലവ്, കറണ്ട് ചാർജും നിങ്ങൾ കൊടുക്കണം. കാരണം ഈ കമ്പനികൾക്ക് ഒരു നിയമമുണ്ട്, അവർക്ക് ഈ ചാരിറ്റി പ്രവർത്തനത്തിനും ഈ സോഷ്യൽ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ളതും ഒരു ഫണ്ട് കമ്പനികൾ കണക്കിൽ കാണിക്കാറുണ്ട്, എല്ലാ കമ്പനികളും ടാക്സ് ചെയ്യുമ്പോൾ. അപ്പം പറഞ്ഞു, നിങ്ങൾ സാധാരണ കണക്കുണ്ടാക്കുകയല്ലേ ചെയ്യുന്നത്, അത് വേണ്ട, ഇത് ഉണ്ടാക്കിക്കോ. അപ്പോഴെന്ത് പറ്റിയെന്ന് വെച്ചാൽ അവിടുത്തെ ചെറിയ കുഗ്രാമങ്ങളും അവികസിതമായ സ്ഥലങ്ങളിലുമെല്ലാം അമ്പരപ്പിക്കുന്ന റോഡുകൾ, അതുപോലെ തന്നെ കാരണം ഈ വരുന്നത് മുഴുവൻ മൾട്ടിനാഷണൽ കമ്പനീസ് ആണ്. അപ്പൊ നല്ല അടിപൊളി റോഡ്, നല്ല അടിപൊളി കെട്ടിടങ്ങൾ, നല്ല സ്കൂളെന്ന് പറഞ്ഞാൽ നല്ല ഉഗ്രം സ്കൂളുകളും കുടിവെള്ളം, ഇതെല്ലാം ആരുടെ ചെലവില്ല, സർക്കാരിന് 5 പൈസ മുടക്കില്ല. സർക്കാർ ആകെ ചെയ്തു കൊടുത്തിരിക്കുന്നവർക്ക് 5 വർഷത്തേക്ക് ടാക്സ് ഇളവ് മാത്രമാണ്.
നല്ല അതെ. അടിപൊളിയായിട്ട്. കാരണം സ്കൂളും കാര്യങ്ങളും ആ ഗ്രാമം ഇതാണ്. കറണ്ട് പോയി കഴിഞ്ഞാൽ അവരവിടുത്തെ ഇലക്ട്രിസിറ്റി ബോർഡിലേക്കല്ല വിളിക്കുന്നത്, ഈ കമ്പനിയുടെ ആൾക്കാരെ വിളിക്കുന്നത്. കറണ്ട് പോയെന്നുള്ളത് അവരാണ് ഈ ഉം. കറണ്ട് സെറ്റപ്പ് ചെയ്ത് കൊടുക്കുന്നത് മുഴുവൻ. ഇവരുടെ പവർ സപ്ലൈയുടെ മുഴുവൻ ഉത്തരവാദിത്വം അവർക്ക്. അങ്ങനെ അവിടുത്തെ എല്ലാ അവികസിതമായ സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള കമ്പനികളെ എത്തിച്ചുകൊണ്ട് വലിയ വികസനം ഉണ്ടാക്കിയെടുത്തു. അതാണ് നരേന്ദ്രമോദി ഗുജറാത്ത് ചെയ്ത ടെക്നിക്ക്. അതല്ലാതെ ആ ഗുജറാത്ത് പോലുള്ള സ്റ്റേറ്റിൽ അന്നത്തെ സമയത്തൊന്നും കമ്പനികൾ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞാൽ വരത്തൊന്നുമില്ല. ഇദ്ദേഹം ഈ കമ്പനികൾക്ക് കൊടുത്തത് ഫ്രീ ടാക്സ്. ഇപ്പൊ അത് എനിക്ക് തോന്നുന്നു തെലുങ്കാന ആ മോഡലാണ് ഇപ്പൊ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉം. അപ്പോ ഉം. ഈ ഒരു രീതിയാണ്. നമ്മുടെ കേരളത്തിൽ അത് ചിന്തിക്കാൻ പറ്റൂ? ഇവിടെ ഇല്ല. സോളാർ വെച്ചതിന് ഇപ്പൊ ഇരുട്ടടിയായിട്ടിരിക്കുന്നു. അപ്പം നമ്മുടെ കൈക്കിടക്കുന്ന കാശ് കൊടുത്തിട്ട് സോളാർ വെച്ചത് ഇപ്പൊ ഡബിൾ പേയ്മെന്റ് ട്രിപ്പിൾ പേയ്മെന്റ് അങ്ങനത്തെ ഒരു വാർത്ത ഞാൻ കണ്ടു. ഞാൻ ഡീറ്റെയിൽസ് ഉം. നോക്കിയില്ല. ഉം. അപ്പൊ ഇതാണ് അവസ്ഥ. പിന്നെ മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബ്രസീൽ എന്താണ് ചെയ്തതെന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അമേരിക്കയിൽ നിന്നുള്ള വ്യാപാരം വേണ്ടാന്ന് വെച്ചപ്പോൾ ആ വ്യാപാരം എങ്ങോട്ടേക്കാണ് അവർ വഴിതിരിച്ചു വിട്ടത്? ഇന്ത്യയിലേക്കാണ്. ഇന്ത്യയിലേക്ക്. അതായത് അമേരിക്കയുമായിട്ട് ഞങ്ങൾക്ക് വ്യാപാരം വേണ്ടാന്ന് ഒരു രാജ്യം തീരുമാനിക്കുമ്പോൾ അവരുടെ അടുത്ത ഓപ്ഷൻ ആയിട്ടുള്ള ഒരേ ഒരു രാജ്യം ഇന്ത്യയാണ്. ഉം. ഉം. അപ്പോഴേക്കും ഉം. നമ്മുടെ രാജ്യം എവിടെ എത്തിയെന്ന് ആലോചിക്കണം. 3% മാത്രമാണ് ബ്രസീലിന്റെ അമേരിക്കയോടുള്ള കച്ചവടം. ആ 3% കുറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ടെൻഷനൊന്നും ഇല്ല, ഇന്ത്യയായിട്ട് ഞങ്ങൾക്ക് കച്ചവടം ചെയ്യാം എന്ന് പറയാം. കാരണം ആ ഒരു അതെ. ധൈര്യത്തിലേക്ക് എത്തി. മുൻപായിരുന്നെങ്കിൽ ഏതെങ്കിലും രാജ്യം പറയുമോ ഞങ്ങൾ ഇന്ത്യയായിട്ട് കച്ചവടം ചെയ്യും? ഒരു രാജ്യവും പറയില്ല. ഇന്ന് ആ കപ്പാസിറ്റിയിലാണ്. ഇന്ന് നരേന്ദ്രമോദി പറയുന്നത് വാ നമുക്ക് കച്ചവടം ചെയ്യാം. ധനുഷ് പറഞ്ഞ കണക്കാണ്. നിനക്ക് പൈസ ഇല്ലേ? വേണ്ട, നീ കൊണ്ട് ഇറക്കിക്കോ, പിന്നെ പൈസ തന്നാ മതി. നിനക്ക് അതെ. താരിഫിന് ഇളവ് വേണം, അതെ. തരാം, അതെ. പിന്നീട് നമുക്ക് താരിഫ് അടിച്ചു തരാം. അതെ. ഇങ്ങനെ പറയുകയും പിന്നെ അദ്ദേഹം ചെയ്യുന്ന മറ്റൊരു വലിയ കാര്യമുണ്ട്. ഈ നമുക്ക് ഇല്ലാത്ത ചില റയർ മെറ്റൽസും മറ്റു കാര്യങ്ങളും അതുള്ള രാജ്യത്തു നിന്ന് നമ്മളത് ഇവിടെ എത്തിക്കുകയും ഇവിടെ ഉള്ള കാര്യങ്ങൾ അവർക്ക് താരിഫും കുന്തോ ഒന്നുമില്ലാതെ അവിടെ എത്തിക്കുകയും ചെയ്യുന്ന ഒരു വലിയ ഉം. മാർക്കറ്റിംഗ് ഉണ്ട്. അതാണ് ബാർട്ടർ മോദി പറഞ്ഞത്, സമ്പ്രദായം. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സഹായിച്ചാൽ, ബാർട്ടർ സമ്പ്രദായം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച നമ്മുടെ ലോകം എത്ര നന്നാകുന്നു അദ്ദേഹം പറയുക മാത്രമല്ല പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത്. ഇപ്പോഴ് ഒരു ഐക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിത് പറയുമ്പോൾ ഒരുപക്ഷെ പ്രേക്ഷകർ തെറ്റിദ്ധരിക്കും ചൈനയും ഇന്ത്യയുമായിട്ട് ഉം. സഖ്യം കുന്തവും ഒന്നുമില്ല. ഇപ്പം നിലനിൽപ്പിന്റെ പോരാട്ടമാണ് ഏഷ്യയിൽ നടക്കുന്നത്. കാരണം ഇന്ത്യക്കും അതെ. ചൈനയ്ക്കും കറക്റ്റ്. നിലനിന്നേ മതിയാകൂ. കാരണം ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് മുമ്പിൽ ഇവർ അടിയറ പറഞ്ഞു കഴിഞ്ഞാൽ എന്നേക്കുമായി അടിയറ പറയലായിരിക്കും. പക്ഷെ ഈ സമയത്ത് ഇവർ ഒന്നിച്ചു നിന്നാൽ അമേരിക്കയെ വിറപ്പിക്കാൻ കഴിയും എന്ന് മാത്രമല്ല, നല്ല രീതിയിൽ ഒന്ന് ഭയപ്പെടുത്താൻ തന്നെ കഴിയും. കാരണം ജീവിതത്തിൽ ഒരിക്കലും വരാത്ത രീതിയിൽ ഭയപ്പെടുത്താൻ കഴിയും. കാരണം ബ്രിക്സിന്റെ ശാക്തീകരണം, ഒപ്പം തന്നെ അമേരിക്കയ്ക്ക് ബദലായിക്കൊണ്ട് ഇന്ത്യയും ചൈനയും റഷ്യയും കൂടെ അണിനിരക്കുന്ന ഒരു വലിയ പവർ. ഇപ്പൊ നമ്മളിപ്പോ സ്വാഭാവികമായിട്ട് കേൾക്കുന്നവർ അമേരിക്ക വലിയ സൈനികവും ഇതുമായി രണ്ടും രണ്ടാണ്. കാരണം ഒരുത്തന്നെ ഉം. സാമ്പത്തികമായി തകർക്കുന്നതിനേക്കാൾ വലുതല്ല ഒരു അണുവായുധം കൊണ്ടിടുന്നത്. അണുബോംബ് ശരിയാണ്. എടുക്കണം, അതിന് വലിയ എക്സ്പെൻസീവ് ആണ്, കൊണ്ട് ഇടണം. അതൊന്നും വേണ്ട, സാമ്പത്തികമായി തകർത്താൽ മതി. എന്തുകൊണ്ടാണ് ഭീകരവാദികൾ നമ്മുടെ രാജ്യത്തായാലും മറ്റു രാജ്യത്തായാലും പ്രവർത്തനം നടത്തുന്നത്? നമ്മുടെ സാമ്പത്തിക രംഗം തകർക്കാൻ വേണ്ടിയിട്ടാണ്. ഉം. എന്തുകൊണ്ടാണ് ചൈന അതിർത്തിയിൽ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ സാമ്പത്തിക രംഗം തകർക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഈ രാജ്യത്ത് സുഡാപ്പികൾ എന്താണ് ചെയ്യുന്നത്? സാമ്പത്തിക രംഗം തകർക്കാനാണ് ഈ കലാപം മറ്റും ഉണ്ടാക്കി അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്നത്. രാജ്യത്തിന്റെ ശ്രദ്ധ അങ്ങോട്ട് പോകണം, മാൻ പവർ അങ്ങോട്ട് പോകണം, പോലീസിന്റെ ഒരു ഫോഴ്സിന്റെ മുഴുവൻ കോൺസെൻട്രേഷൻ അങ്ങനെ രാജ്യത്തിന് കലുഷിതമായി മുമ്പോട്ട് പോകുമ്പോൾ മാത്രമാണ് സാമ്പത്തികമായി തകരണം. NGO എന്തിനാണ് ഉം. ശ്രമിക്കുന്നത്? അപ്പൊ സാമ്പത്തികമായി തകർക്കുക എന്നുള്ളതാണ്. യൂത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഈ യൂത്തിനെ തകർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ മയക്കുമരുന്ന് വളരെ വലിയ രീതിയിൽ ഈ ടെറർ ഗ്രൂപ്പുകൾ നമ്മുടെ ഇന്ത്യയിൽ കൊണ്ട് ഇറക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ഇപ്പൊ യുവാക്കള് ഒരുപാട് പേര് ഈ MDMA ഒക്കെ വലിയൊരു അഡിക്റ്റായി മാറിയിട്ടുണ്ട്. ഇതിന്റെയൊക്കെ പിന്നിൽ നമ്മുടെ അതെ. രാജ്യത്തിന്റെ യൂത്ത്. കാരണം ലോകത്തിലെ ഏറ്റവും കൂടുതൽ യൂത്തുള്ള രാജ്യമാണ് ഇന്ത്യ. 55% യൂത്താണ്. അപ്പൊ ആ യൂത്തിനെ യെസ്. നശിപ്പിക്കാന്ന് ലക്ഷ്യം വെച്ചിട്ടാണ് ഇപ്പൊ ഡ്രഗ്സ് ഇറക്കുന്നത്. അതുകൊണ്ടാണ് അമിത്ഷാ ഡ്രഗ് മാഫിയക്കെതിരായിട്ട് വലിയ പ്രവർത്തനം നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ട്രംപിന്റെ രണ്ട് രസകരമായ കാര്യങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം ഈ ഒരു ഭാഗത്ത് നിന്നിട്ട് താരിഫ് ചുമത്തുന്നു, നിങ്ങളെ കൊന്നുകളയും തിന്നുകളയും എന്ന് പറയുന്നു. മറുഭാഗത്ത് മറ്റേ ധനുഷ് എപ്പോഴും ഒരു സിനിമയുടെ കാര്യം പറയുമല്ലോ, ഈ രണ്ട് ഉം. ഭാവമുള്ളൊരു ഒരു സിനിമ ഉണ്ടല്ലോ, അന്യൻ. ഒരു അന്യൻ. നടൻ അന്യൻ. തന്നെ രണ്ട് ഭാവം. അന്യൻ. ആ സിനിമയുടെ ശങ്കർ കാര്യം കെ. നടക്കുക. ഒരു ഭാഗത്ത് ചൈനയും ഇന്ത്യയും വിരട്ടുന്നു. ഈ മാസം അമേരിക്കയിൽ നിന്ന് വരികയാണ് കരാർ, ഇത് ഉം. ഉം. ഇതാണ് വ്യാപാര കരാറിന് വേണ്ടി. ഞാനിപ്പോ ഉം. ഡീറ്റെയിൽസ് വായിച്ചപ്പോഴാണ് ചൈനയിലേക്കും പോകുന്നുണ്ട് ആ ടീം. ഉം. ചൈനയുമായിട്ടും ചർച്ച നടത്തുക. ഒരു ഭാഗത്ത് അത് വരട്ട്, ശരി. മറ്റുള്ളത് കാലുപിടുത്തം. ഇതാണ് ഈ ഉം. നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, ട്രംപ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയുമായിട്ട് ഞങ്ങൾക്ക് വലിയ വ്യാപാരങ്ങളൊന്നും ഇല്ല. അതായത് ഉം. ഉം. ട്രംപ് ഉം. അതിന് എങ്ങനെയാണ് ഈസി ആയിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാല്, അത് നമുക്ക് വലിയ കാര്യമൊന്നുമില്ല, അവിടെ പോയാലും പോട്ടെ എന്ന് വെച്ചാണ്. ഇന്ത്യ അതിനേക്കാൾ മുമ്പേ പോകാൻ റെഡിയാണ്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൊക്കെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഇത് എന്തായിത്തീരും എന്നുള്ളത് യാതൊരു പിടുത്തവുമില്ല. പക്ഷെ ഇനി അധികം വൈകാതെ തായ്വാനിലേക്ക് ചൈന നീങ്ങിയാൽ ട്രംപ് പെടും. കാരണം ട്രംപിന്
ഈ ട്രംപിന്റെ വാക്കും കേട്ട് തായ്വാൻ ഇങ്ങനെ കുളിരണിഞ്ഞിരിക്കുന്നു എന്നില്ലെന്നാണ് എനിക്ക് അവിടുത്തെ ജനങ്ങളുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് തോന്നിയത്. ഏതായാലും അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അമേരിക്ക ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ റഷ്യ ഏതെങ്കിലും ഒരു നാറ്റോ രാജ്യത്തെ ആക്രമിച്ചുകൊണ്ട് ഈ അമേരിക്കയുടെ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ കൂടെ ഈ യുദ്ധത്തിൽ വലിച്ചിടും. അങ്ങനെ ഒരു പുക അടിയായിരിക്കും. അവിടേക്ക് ഒരു മേജർ റോൾ എടുക്കാൻ പറ്റുന്ന രാജ്യം ഇന്ത്യ ആയിരിക്കും. കാരണം നമുക്കത് ഡയറക്റ്റായിട്ട് ബന്ധപ്പെടേണ്ട ഒരു വിഷയങ്ങളും ഇല്ലാത്തത് കൊണ്ട് തന്നെയും നമ്മുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് അത് കോട്ടം നിലവിൽ വരുന്നില്ല. വരും. കാരണം വലിയ ഓയിൽ ഷോർട്ടേജ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങൾക്കും അനുഭവിക്കുന്ന ഷോർട്ടേജ് നമുക്കും വരും. ഇപ്പൊ അമേരിക്കയായിട്ട് വ്യാപാര ബന്ധം തകർന്നു വെച്ചാൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ കൂപ്പുകുത്തുകയൊന്നുമില്ല. എന്നിട്ട് പോയിന്റ് സംതിങ് മാത്രമാണ് നമ്മൾ അവരുമായിട്ട് ട്രേഡിംഗ് നിർത്തിയാൽ ഉണ്ടാകുന്നത്. പക്ഷെ അമേരിക്കയ്ക്ക് അതൊരു വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയും ചെയ്യും. കാരണം പ്രത്യേകിച്ച് ഫാർമസ്യൂട്ടിക്കൽ രംഗത്ത്, കാരണം വളരെ വില കുറഞ്ഞ മരുന്നുകളാണ് ഇന്ത്യയുടേത് സായിപ്പന്മാർ മേടിക്കുന്നത്. ഈ അമേരിക്ക എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ഡോളറിന്റെ മുകളിലാണ് കിടന്നുറങ്ങുന്നതെന്ന് കരുതരുത്. വലിയ പാവപ്പെട്ടവരും ഒരു വലിയ വിഭാഗമുള്ള ഒരു രാജ്യം കൂടിയാണത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മരുന്നുകളൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. അതിന്റെ ഇടയ്ക്ക് വലിയൊരു കോമഡി കൂടെ നടന്നിട്ടുണ്ട്. അവിടെ ഉള്ള ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി അമേരിക്കയിലുള്ള, അതിനെ പുറത്താക്കാനുള്ള നടപടി ട്രംപ് എടുക്കുന്നു എന്നാണ് പറഞ്ഞത്. കാരണം അവൻ മരുന്നുണ്ടാക്കിയിട്ട് ഇന്ത്യയിലാണ് നിൽക്കുന്നതെന്നാണ് പുള്ളി പറയുന്നത്. പുള്ളിയുടെ ഇങ്ങനെ ഓരോരോ കണ്ടുപിടുത്തങ്ങളാണ് അതിനകത്ത്. അതിന്റെ കൂടെ നിൽക്കുന്ന കുറെ ഓഫീഷ്യൽസ്, കാരണം പുള്ളി നിയമിക്കുന്ന ഓഫീഷ്യൽസ് ആണല്ലോ കൂടുതലുള്ളത്. ഇപ്പൊ ആത്യന്തികമായ 2 ലക്ഷ്യങ്ങളാണ് അദ്ദേഹത്തിനുള്ളത്. ഒന്ന്, പുള്ളിക്ക് നോബൽ പ്രൈസ് വേണം. 2, ബ്രിക്സിനെ തകർക്കണം. ഇത് 2 കഴിഞ്ഞാൽ പുള്ളി കുറച്ചൊന്ന് ശാന്തനാവും. പിന്നെ പുള്ളി ശക്തനാണ് എന്ന് എല്ലാവരും പറയണം. ശക്തനായ ഇതായിട്ട് നിന്ന്, ഒരു പ്രസിഡന്റായിട്ട് നിന്ന് റിട്ടയർഡ് ആയി. ഇതൊക്കെയാണ് പുള്ളിയുടെ മോഹങ്ങൾ. അത് അമേരിക്ക എവിടെ കൊണ്ട് എത്തിക്കും എന്നുള്ളത് വരും നാളുകളിൽ തന്നെ അറിയാൻ പറ്റും. കാരണം എല്ലാവരും, അത് അമേരിക്കയിലുള്ളവർ തന്നെ പറയുന്നുണ്ട്, അമേരിക്കൻ ബിസിനസ്സുകാർ പറയുന്നുണ്ട്, അമേരിക്കയിലെ എക്കണോമിസ്റ്റുകൾ പറയുന്നുണ്ട്, എല്ലാവരും പറയുന്നു ഈ പോക്ക് പോയാൽ നമ്മുടെ നരേന്ദ്രമോദിയുടെ ചില വാക്കുകളൊക്കെ അറം പറ്റാറുണ്ട്. നമ്മുടെ ഈ ഡൊണാൾഡ് ട്രംപ് അധികാരമൊക്കെ കിട്ടിയതിനു ശേഷം ആദ്യം പോയ വ്യക്തി ശ്രീ നരേന്ദ്രമോദിയായിരുന്നു. അപ്പൊ ഒന്നാം ടൈമിൽ ഉണ്ടായിരുന്ന സൗഹൃദവും സ്നേഹവും ഒന്നും മോദിക്ക് അങ്ങോട്ടില്ലായിരുന്നു. അന്നൊരു പ്രസംഗം നടത്തി ഡൊണാൾഡ് ട്രംപിനെ വേദിയിരുത്തിയിട്ട്, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അന്ന് അദ്ദേഹം പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, ശ്രദ്ധിച്ചോ? അതായത് എല്ലാവരുടെയും കൂടെ നിൽക്കുമ്പോൾ നമുക്ക് കരുത്തുണ്ടാകും, നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയും. പക്ഷെ നമ്മൾ അവരിൽ നിന്ന് അകന്നാൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകും, ആരും ഉണ്ടാകില്ലെന്ന്. അതെനിക്ക് തോന്നുന്നു ട്രംപിനെ കുറിച്ചാണോ അന്ന് അദ്ദേഹം പറഞ്ഞതെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നുണ്ട്. അന്ന് എനിക്ക് തോന്നിയില്ല. ഞാൻ വിചാരിച്ചു എന്താണ് ഇദ്ദേഹം ഇങ്ങനെ പറയുന്നത്. അതായത് നമ്മൾ ഈ സംഘപരിവാറുകാർ എപ്പോഴും പറയത്തില്ല, എന്താണ്, നിങ്ങളുണ്ടേ നാം ഒരുമിച്ച്, നിങ്ങളില്ലേ ഞാൻ തനിച്ചെന്ന് പറഞ്ഞൊരു മുദ്രാവാക്യം പോലെയാണ്. നിങ്ങൾ എല്ലാവരിൽ നിന്നും അകന്നു തുടങ്ങിയ നിങ്ങളെ എതിർത്ത് എന്ന് പറയുന്നത് അന്ന് മോദി പറഞ്ഞത്. നിങ്ങൾ എല്ലാവരിൽ നിന്നും അകന്നു പോയാൽ നിങ്ങൾ ഒറ്റപ്പെടും എന്ന്. ഒറ്റപ്പെട്ടാൽ പിന്നെ ആരും ഉണ്ടായില്ല. ഇപ്പൊ ട്രംപ് അതേ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. പണ്ട് അമേരിക്കയോടൊപ്പം കൈവക്കാൻ ഒരുപാട് രാജ്യങ്ങളുണ്ടെങ്കിൽ ഇന്ന് പല രാജ്യങ്ങളും കൈവക്കാൻ തയ്യാറില്ല. കാരണം എല്ലാ രാജ്യത്തും ഒരു ദേശീയ വികാരം ഉയർന്നു വരുന്നുണ്ട്. എല്ലാ രാജ്യവും പറയുന്നത് നമുക്ക് സ്വന്തമായിട്ട് മുമ്പോട്ട് പോകാം, എന്തിനാണ് അടിയറ വെക്കുന്നതെന്ന്. പണ്ട് റഷ്യൻ സൈന്യത്തെ തുരത്താൻ വേണ്ടി പാകിസ്ഥാൻ സഹായിച്ചതാണ് അമേരിക്ക. ഇന്നും അമേരിക്കയുടെ കാൽക്കീഴിൽ നിന്ന് പാകിസ്ഥാന് മാറാൻ കഴിഞ്ഞിട്ടില്ല. 40 വർഷമായിട്ട് ആ രാജ്യം എവിടെ നിൽക്കുന്നു? തകർന്ന് തരിപ്പടമായില്ലേ. 40 വർഷം എന്ന് ഞാൻ പറഞ്ഞത് ഈ റഷ്യൻ അധിനിവേശം ഉണ്ടായിരുന്നു അഫ്ഗാനിസ്ഥാനിൽ. അവിടെ നിന്നിട്ട് ഇങ്ങോട്ട് നോക്കിക്ക്, സാമ്പത്തികമായി തകർന്നു, ഭരണസ്ഥിരതയില്ല, പട്ടിണി, പരിവട്ടം, വിലക്കയറ്റം, ഒടുവിൽ ഇന്ത്യയുടെ നിന്നും എരന്ന് വാങ്ങി തല്ല്. ഇങ്ങനെ നിൽക്കുന്നു ആ രാജ്യത്തിന്റെ അവസ്ഥ. ഇതൊക്കെ എവിടെ ചെന്ന് എത്തിക്കും എന്നുള്ളതാണ്. അതായത് പഴയ അമേരിക്കയുമല്ല, അപ്പൊ അമേരിക്കൻ പ്രസിഡന്റിന് പഴയ പവറും ഇല്ല എന്നുള്ളതാണ്. ഈ ട്രംപ് പോകുന്നതോടുകൂടി ഒരു നിലയും വിലയും ഇല്ലാത്തൊരു പദവിയായിട്ട് അത് അതപ്പതിക്കാതിരുന്ന നന്നായിരുന്നു. കാരണം അത് ലോക സമ്പന്നമായ ഒരു രാജ്യമാണ്. അത് അങ്ങനെ നിൽക്കട്ടെ എന്നുള്ള നമുക്കൊരു ആഗ്രഹമുണ്ട്. കാരണം ഒരു രാജ്യവും നശിക്കാൻ പാടില്ല, ഒരു ജനവും നശിക്കാൻ പാടില്ല. അത് നന്നായിട്ട് നിൽക്കട്ടെ. പക്ഷെ ഇങ്ങനെയുള്ള ആളുകൾ ഇരുന്നുകൊണ്ട് എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ്.